ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കണം. അപ്പം ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു സ്മാൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീട്ടിൽ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അതും ശരിയാവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ കഴിവതും കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും ഇത് തിരുത്താൻ നോക്കുകയാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു ദിവസത്തെ കൊച്ചു ഡേ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ദോശയും സാമ്പാറും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. നമുക്ക് എന്നും ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമുക്കൊരു ടു ഡു ലിസ്റ്റ് പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് ജസ്റ്റ് പഠിക്കാമെന്ന് പറഞ്ഞിട്ടൊരു ടു ഡു ലിസ്റ്റ് എഴുതുകയാണ്. അപ്പോൾ ടു ഡു ലിസ്റ്റിൽ ഞാൻ പഠിക്കാനെന്ന് ആഗ്രഹിക്കുന്നത് ഫിസിക്സ് നമ്മളുടെ നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട്, അതുപോലെ പഠിക്കാനുണ്ട്. ചാപ്റ്റർ 2 ആണ് കേട്ടോ. അപ്പം അതും ഒന്ന് എഴുതിയാണ് ഞാൻ. ചാപ്റ്റർ 2 വലുതായിട്ട് പഠിക്കാനൊന്നും ഇല്ല, എന്നാലും ഇക്വേഷനൊക്കെ നോക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് ഫിസിക്സാണ് ഗൈസ്. അതുപോലെ ഇംഗ്ലീഷും പഠിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ചാപ്റ്റർ 1, 2, 3 ഒക്കെ കംപ്ലീറ്റ് ആക്കാണ്ട് എനിക്ക്. അല്ല, ഞാൻ ഇവിടെ ചാപ്റ്റർ 1, 2 എഴുതുന്നുള്ളൂ. രണ്ടും കംപ്ലീറ്റ് ആക്കി പഠിക്കാമെന്ന് എഴുതി. അതുപോലെ അത് വായിച്ച് കുറച്ച് പഠിക്കാനുണ്ട് കുറേ. അതുപോലെ കംപ്ലീറ്റും ആക്കണം. അപ്പോൾ ഫിസിക്സ് എടുക്കാമെന്ന് കരുതി. ഫിസിക്സിൽ വിലയിരുത്താൻ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ ചാപ്റ്റർ 2 പഠിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സാണ്. അതിൽ ഇക്വേഷനൊന്നും എനിക്ക് എന്താ ഭയങ്കര പാടായിട്ട് തോന്നും. അതുകൊണ്ട് എനിക്ക് ഇതിഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഫിസിക്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കാമെന്ന് കരുതാണ്. ഇംഗ്ലീഷിൽ ഗ്രാമർ പോർഷൻ ഉണ്ടായിരുന്നു പഠിക്കാൻ. അതുപോലെ കുറച്ച് നോട്ടും കംപ്ലീറ്റ് ആക്കാണ്ട്. ഇതൊക്കെ ഞാൻ ക്ലാസ്സസ് കണ്ട് എഴുതിയിട്ടുള്ള നോട്ടായിരുന്നു. അപ്പോൾ അതിനി പുതിയ നോട്ടിലോട്ട് മാറ്റണം. അപ്പം അന്ന് ഇത് വേസ്റ്റൊക്കെ ആയിപ്പോന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിതിനി പുതിയ നോട്ടിലോട്ട് ആക്കണം. അതൊരു വലിയ പണിയാണ് അത് നോട്ടിലോട്ട് ആക്കണം തന്നെ. അപ്പം ഞാനതൊക്കെ നോട്ടിലോട്ട് ആക്കുകയാണ്. ഒരു പുതിയ പാഠമാണ്. അപ്പം അതിലൊരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എഴുതുന്നത്. ഇതൊക്കെ വീഡിയോ ക്ലാസ് കണ്ട് എഴുതുന്നതാണ് കേട്ടോ. അതുപോലെ ലേബറിൻ്റെ നോക്കിയും ഒക്കെ എഴുതുന്നതാണ്. അല്ലാതെ പ്രിൻ്റഡ് നോട്ടുണ്ട്, അതിൽ നിന്ന് എഴുതുന്നതാണ്. സ്കൂൾ നോട്ടും വായിച്ചൊക്കെയാണ് എഴുതുന്നത്. എൻ്റേതായ രീതിയിൽ എഴുതുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം വേറെ വലിയ വാക്കുകളൊന്നും ഇതിൽ വന്നാൽ എനിക്ക് ഭയങ്കര പഠിക്കാൻ പാടാണ്. അത് മുഴുവനായിട്ട് പഠിക്കുകയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് വായിച്ചു പോകുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ കൂടുതലായിട്ട് ചോദിക്കണം ഗ്രാമർ പോർഷനാണ്. ഗ്രാമറിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഗ്രാമറാണ് കൂടുതലായിട്ട് പഠിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പോകുമ്പം ഗ്രാമർ പോർഷൻ ടീച്ചർ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമർ പോർഷൻ നല്ലപോലെ നോക്കണം. അതുപോലെ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് എഴുതി തീരണം. അതുപോലെ ഇംഗ്ലീഷ് ഇനി വായിക്കാൻ ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ 2ാമത്തെ ചാപ്റ്ററിൽ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിൽ വലിയ പോയിൻ്റ് ഒന്നുമില്ല. ടീച്ചർ പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായ എന്തായാലും 10 പോയിൻ്റ് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജസ്റ്റ് വായിക്കുന്നില്ല, ഞാൻ വായിക്കുക പോലും ഇല്ല. അപ്പോൾ ഇതിൽ വായിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന പോയിൻ്റൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ വലിയ കാര്യമായിട്ട് ഞാനൊന്നും വായിച്ചൊന്നുമില്ല. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ഉണ്ട് ഗൈസ് വായിക്കാൻ തന്നെ. അത് ഇതിൽ കുറേ വർക്കും ഉണ്ട്. അപ്പോൾ അതും ചെയ്യണം. ഇത് മാത്രമല്ല, അപ്പുറത്തൊരു പോയമും ഉണ്ട്, അതും പഠിക്കണം. ഇതിൽ നിന്നും ചോദിക്കും. പിന്നെ ഇത് എന്ന് വെച്ചാൽ വായിച്ചൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കൂടുതൽ നമുക്കുള്ളത് ഗ്രാമർ പോർഷനാണ്. ഇത് ഫുള്ളും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഗൈസ്. വായിച്ചൊരു പരിവാകുന്നത്. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഞാൻ 2ാമത്തെ ചാപ്റ്ററും 1 നോക്കിയിട്ടുണ്ടായിരുന്നു, 1 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വെളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഓറിയയും ക്രിസ്പെല്ലോ എന്ന് പറഞ്ഞ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അത് തിന്നു. ഓറിയയും തിന്നു, അതുപോലെ ക്രിസ്പെല്ലും തിന്നു. അത് ക്രിസ്പെല്ലും എന്തോ ഒരു ടേസ്റ്റ് കുറവുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ മാഗി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ മാഗി തിളച്ച് മാഗി മസാലയൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ മുകളിൽ മുളക് പൊടിയും അതുപോലെ കുറച്ച് എണ്ണയും അതുപോലെ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മുകളിൽ 3 മുട്ട പൊട്ടിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതുപോലെ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഇതിന് മുകളിൽ ഇപ്പോൾ എണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇളകി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞ് എല്ലാം പോകും. അപ്പോൾ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം വെളിയിൽ കുറച്ച് പൂക്കളുടെ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഗൈസ് ഉച്ചയൊക്കെ അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ മീൻ വറുത്തതും അതുപോലെ പാവയ്ക്കയും അതുപോലെ മീൻകറിയും അതുപോലെ ചക്കയും ചോറും ഒക്കെ ആയിരുന്നു. എനിക്ക് പാവയ്ക്ക ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പാവയ്ക്ക എടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക ഭയങ്കര എന്തോ കണക്കാണ്, എനിക്ക് അതുകൊണ്ട് എടുത്തില്ല, അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കുറച്ച് അവിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അവിൽ വെച്ചിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് അമ്മ പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്, ഈ അവിലിൽ തേങ്ങയും പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. മധുരം നിങ്ങളുടെ അളവിന് തന്നെ എടുക്കാം, കുഴപ്പമില്ല. ഇതിൽ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ ചേർക്കുന്നതാണ്. വെള്ളം കൂടിപ്പോവില്ല കേട്ടോ, കൂടിപ്പോയാൽ അത് ഒരു ഇത് കണക്കാവും. അതിന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു പരുവത്തിലാവും. അപ്പോൾ ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ മുറുക്കും അതുപോലെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മാമ്മേൻ്റെ വീട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല കുറേ ഞാൻ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று வித என்று விண்தூவும் மழை என்ற இதயன்னை தோட்டம் பூ பூக்குதே. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലിപ്സ് ഇട്ട് വേണ്ടി താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ അതും സാമ്പാർ ഉണ്ടായിരുന്നു, എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല. അപ്പോൾ അമ്മമ്മ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കരുതി ബയോളജി പഠിക്കുകയെന്ന്. അപ്പോൾ ബയോളജി ടീച്ചർ പഠിപ്പിച്ച് വരെ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത പോലെ ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നോട്ടും എഴുതാനുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി അങ്ങോട്ട് രണ്ടാമത്തെ ചാപ്റ്ററിലെ ബാക്കി എഴുതാനുണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു, പക്ഷെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നോട്ട് എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ പഠിച്ചങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഇവിടെ ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.